ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ കാർഡിന് ശേഷമായി വരുന്ന പല ഗ്രാഫിക്കൽ സീക്വൻസിലൂടെ ഈ ഒരു എൻഡിയർ മൂവിയുടെ വേൾഡ് എങ്ങനെയാണ് ബിൽഡ് ആയിരിക്കുന്നതെന്ന് മൂവിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡൊമിനിക് അരോൺ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും മൂവി ഒന്നും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. മൂവി കണ്ടവർ മാത്രമേ ഈ ഒരു വീഡിയോയുടെ ബാക്കി ഇനി കാണാവുള്ളൂ. കാരണം ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ഭൂരിഭാഗം കാര്യങ്ങളും സ്പോയിലർ കണ്ടന്റുകൾ തന്നെയാണ്. ആക്ച്വലി മൂവിയുടെ ഇന്റർവെല്ലിനോട് അടുപ്പിച്ച് മൈക്കിൾസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കല്യാണിയുടെ ക്യാരക്ടർ നസ്ലീനെ കൊണ്ടുവരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആക്ച്വലി മൈക്കിൾ എന്ന് പറഞ്ഞ ആൾ ഇച്ചിരി കുഴപ്പം പിടിച്ച ആളാണെന്ന് നിഷാന്ത് സാഗറിന്റെ ക്യാരക്ടർ ഓൾറെഡി ഈ ഒരു മൂവിയിൽ പറയുന്നതുമാണ്. എനിവേ ഈ ഒരു മൈക്കിൾ എന്ന് പറഞ്ഞ വ്യക്തിയെ മൂവിയിൽ എവിടെയും ടീസ് ചെയ്തിട്ടില്ല. വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതും. എന്തായാലും ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നുമാണ് മൂവിയുടെ ഫസ്റ്റ് സീക്വൻസ് തന്നെ ആരംഭിക്കുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നും എന്തോ ഒരു പാക്കേജ് എടുക്കുവാനായി ചന്ദ്രയുടെ ക്യാരക്ടർ വരുമ്പോൾ അവളെ പിടിക്കുവാനായി ഈ ഒരു എൻഡയർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ മെയിൻ വില്ലൻ ആയിട്ടുള്ള ഇഫ്താറിന്റെ ആൾക്കാർ അവിടേക്ക് വരുന്നതായിട്ടും കാണാം. ജീവനോടെ തന്നെ പിടിക്കണമെന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. ഈ ഒരു ടൈമിൽ ഇഫ്താറിന്റെ ആർമിയുടെ ചെസ്റ്റിലെ സിമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ആനയുടെ സിമ്പിളാണ് നമ്മൾ കാണുന്നത്. ഇതേ സിമ്പിൾ തന്നെ മൂത്തോന്റെ സ്റ്റിക്കിലും നമുക്ക് കാണാം. അതിനുശേഷമായി പാക്കേജും എടുത്ത് അവിടെ നിന്നും ഓടുന്ന ചന്ദ്രനെ ഒരു വൈറ്റ് ഹുഡി ദൂരെ നിന്ന് നോക്കുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. മേ ബി ഇതായിരിക്കാം ഇഫ്താർ എന്ന ക്യാരക്ടർ. ഇതിനുശേഷമാണ് ഈ ഒരു എൻഡയർ യൂണിവേഴ്സിന്റെ ബാക്ക് സ്റ്റോറി പറയുന്ന സീൻസ് ഗ്രാഫിക്സിലൂടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ തന്നെ യൂണിവേഴ്സിന്റെ മറ്റേതോ കോണിലുള്ള ഗ്രഹത്തിൽ നിന്നും ഇഫ്താറിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തി, മേ ബി അതായിരിക്കാം മൂത്തോൻ, ഭൂമിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത സീനിൽ സ്പേസ്ഷിപ്പ് ഭൂമിയിലേക്ക് ലക്ഷ്യമാക്കി പോകുന്നതായിട്ട് അത് നോക്കി നിൽക്കുന്ന ഇഫ്താറിനെ മകനായിട്ടുള്ള ഒരു ക്യാരക്ടറിനെയും കാണിക്കുന്നുമുണ്ട്. തുടർന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങിയിട്ടുള്ള മൂത്തോന്റെ ക്യാരക്ടർ മനുഷ്യരുമായി ഇന്ററാക്ട് ചെയ്യുന്നതാണ് അടുത്ത സീക്വൻസ്. ക്രിയേഷൻ ഓഫ് ആഡം എന്ന ഫേമസ് പെയിന്റിംഗിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ഷോട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ട് മൂത്തോനെ ഒരു ഗോൾഡി ബീയിങ് ആയിട്ട് തന്നെയാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നതും. തുടർന്ന് അവിടെ ജീവിച്ചിരുന്ന ഏൻഷ്യൻ ഹ്യൂമൻസിനെ എങ്ങനെയാണ് ഫയർ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഹ്യൂമൻ സിവിലൈസേഷൻ തന്നെ വളരെ വലിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂത്തോനെ കാണാം. അടുത്ത ഷോട്ടിലായി ഈ ഒരു പർട്ടിക്കുലർ പ്ലാനറ്റിൽ നിന്നും മൂത്തോന് ശേഷമായി ഇഫ്താന്റെ നേതൃത്വത്തിൽ വളരെ വലിയൊരു ആർമി വരികയും അവരെല്ലാം പിന്നീട് മറ്റുള്ള മനുഷ്യരെ തങ്ങളുടെ അടിമകളാക്കി മാറ്റിക്കൊണ്ട് ഭരണം നടത്തുകയും ചെയ്യുന്നതായി കാണിക്കുന്നു. എന്നാൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ ആദ്യമേ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന മൂത്തോന്റെ ക്യാരക്ടർ മനുഷ്യരെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടി ഹ്യൂമൻസിനെ എല്ലാം ചേർത്ത് നിർത്തി വളരെ വലിയൊരു റെബലിയൻ ആരംഭിക്കുകയും അതുമൂലം മൂത്തോൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇഫ്താറുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു എംപയർ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു പ്രത്യേകതരം ഷട്ടിലിൽ കടലിലേക്ക് വീഴുന്ന ഇഫ്താറിന്റെ ക്യാരക്ടറിനെ ആയിരിക്കാം പിന്നീട് ജനങ്ങൾ കണ്ടെത്തുന്നതായിട്ടും പിന്നീട് ഈ ഒരു ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ് മൂലം ഒരുപാട് കുട്ടികൾ അവിടെ ജനിക്കുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. ഒരേ രൂപത്തിലുള്ള ഈ ഒരു കുട്ടികളായിരിക്കാം മേ ബി പിന്നീട് ചാത്തന്മാരായി ഈ ഒരു യൂണിവേഴ്സിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കുട്ടികളുടെ നേതൃത്വത്തിൽ അവിടെ വളരെ വലിയൊരു കലാപം ഉണ്ടാവുകയും മനുഷ്യരെ കൊന്നു തിന്നുകയും ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. പല ഐതിഹ്യ കഥകളിലും ചാത്തന്മാർ മനുഷ്യരെ കൊന്നു തിന്നാറുണ്ടെന്ന് പറയുന്നതാണ്. മേ ബി അത് തന്നെയായിരിക്കും ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കാട്ടിൽ ജീവിക്കുന്ന ഒരു ഹണ്ടർ ആയിട്ടുള്ള വ്യക്തി തകർന്ന് വീണ് കിടക്കുന്ന ഒരു സ്പേസ് ഷട്ടിൽ കണ്ടുപിടിക്കുന്നതായിട്ടും പിന്നീട് ഈ ഒരു ക്യാരക്ടർ വളരെ വലിയൊരു വാരിയറായി മാറി ആനപ്പുറത്തിരുന്നുകൊണ്ട് വേൾഡിനെ കോൺകർ ചെയ്യാൻ വരുന്ന ഏതോ ഒരു രാജാവുമായി ഫൈറ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നതാണ്. ഇതേ ടൈമിൽ തന്നെയാണ് മൂത്തോരുമായിട്ടുണ്ടായിരുന്ന ഫൈറ്റിൽ മിച്ചം സർവൈവ് ആയി വന്നിട്ടുണ്ടായിരുന്ന ഇഫ്താറിന്റെ ആർമി വീണ്ടും ഹ്യൂമൻസിനെ ഉപദ്രവിക്കുന്നതായി കാണിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ മറ്റേ രാജാവ് വീണ്ടും മൂവിയിൽ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു യോദ്ധാവുമായിട്ട് സന്ധിയിൽ ഏർപ്പെടുന്നതായിട്ടും അവർ ഇരുവരും ഒരുമിച്ച് ചേർന്ന് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യുന്നതായിട്ടും കാണിച്ചിരിക്കുന്നത്. ആ ഒരു വാരിയറിന്റെ ഫേസ് നോക്കുകയാണെങ്കിൽ ഡി ക്യൂവിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ തന്നെയാണ് കാണുന്നത്. മേ ബി അത് ഡി ക്യൂവിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസും ആയിരിക്കാം. പിന്നീട് യുദ്ധം ജയിച്ചു നിൽക്കുന്ന ആ ഒരു യോദ്ധാവിനെയും അടുത്ത സീനിൽ പുള്ളിക്കാരൻ തന്നെ കൊന്നു വീഴ്ത്തിയിട്ടുള്ള രാജാവിനെയും കാണിക്കുന്നുമുണ്ട്. ഈ ഒരു സീനിലും ഡി ക്യൂവിന്റെ ഫേസ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. മേ ബി മൂവിയുടെ അടുത്ത പാർട്ടുകൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് മൂത്തോന്റെ രണ്ടാം വരവാണ്. ലോകം മൊത്തം ഈവിൾനെസ് വീണ്ടും നിറഞ്ഞപ്പോൾ അതിനെ എതിർക്കുവാനായി വീണ്ടും മൂത്തോന്റെ ക്യാരക്ടർ വരുന്നതായി കാണിക്കുന്നു. ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സീക്വൻസ് വന്നിരിക്കുന്നത്. മൂത്തോന്റെ കയ്യിലുള്ള സ്റ്റിക്ക് മറ്റൊരാൾക്ക് കൈമാറുന്നതായിട്ട് കാണിക്കുന്നതാണ്. മേ ബി മൂത്തോന്റെ ക്യാരക്ടർ തന്റെ സക്സസർ ആയിട്ട് മറ്റൊരു വ്യക്തിയെ കണ്ടെത്തുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഷൻ ചെയ്യുവാനായിട്ട് തന്റെ കയ്യിലുള്ള സ്റ്റിക്ക് ആ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുന്നതോ ആയിട്ടോ ആയിരിക്കാം ഈ ഒരു സീക്വൻസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു കുട്ടി മൂത്തോന്റെയും മറ്റൊരു വ്യക്തിയുടെയും അടുത്തേക്ക് വരുന്നതായിട്ടും പിന്നീട് ഒരു കേവിലേക്ക് ആ ഒരു കുട്ടി മറ്റാരുടെയും നിർദ്ദേശം അനുസരിച്ച് ഉള്ളിലേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഷോട്ടിൽ ഒരമ്മയും കുട്ടിയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഡെവലപ്പായി വരുന്ന ഒരു സിറ്റിയെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഇതും ഇഫ്താറിന്റെ ക്യാരക്ടർ തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത. തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം വീണ്ടെടുക്കണമെന്ന് കാണിക്കുന്ന രീതിയിലായിരിക്കാം ഇത് കാണിച്ചിരിക്കുക. ലാസ്റ്റ് ഷോട്ടിൽ ഒരു വാച്ച് ടവറിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു എൻഡയർ സിറ്റിയെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന മൂത്തോന്റെ ക്യാരക്ടറിനെ
കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു എൻറ്റയർ ഗ്രാഫിക് സീൻസും ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു എൻറ്റയർ വേൾഡിന്റെ ലീതൽ പ്രൊട്ടക്ടർ ആയിട്ട് താൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയായിരിക്കാം ഇവിടെ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു മെയിൻ സ്റ്റോറി ലൈൻ എന്നത് മൂത്തോന്റെ ക്യാരക്ടറിനെ ഈ ഒരു വേൾഡിനെ കോൺക്വർ ചെയ്യുവാനായി ഇഫ്താർ അവരുടെ പ്ലാനറ്റിൽ നിന്നും പറഞ്ഞയക്കുന്നതായിരിക്കാം. എന്നാൽ ഭൂമിയിലേക്ക് ഇവരെല്ലാവരും വന്നതിന് ശേഷം ഇഫ്താർ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്നത് കണ്ട് ഇഫ്താർ തന്നെ എതിരായി മാറി. ഒടുവിൽ ഇഫ്താറിന്റെ എംപയർ തന്നെ നശിപ്പിച്ച് വേൾഡിന്റെ അൾട്ടിമേറ്റ് പ്രൊട്ടക്ടർ ആയിട്ട് തന്നെ മൂത്തോൻ മാറുന്നു. എന്നാൽ ഇതിനെല്ലാം റിവെഞ്ച് ചെയ്യുവാനായിട്ട് ഇഫ്താർ വീണ്ടും തിരിച്ചു വരുമെന്ന് തിരിച്ചറിയുന്ന മൂത്തോൻ പല കാരണങ്ങളാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പല സൂപ്പർ നാച്ചുറൽ ബീങ്സിനെ ചേർത്തുകൊണ്ട് ഒരു ടീം തന്നെ ഡെവലപ്പ് ചെയ്യുകയും അതുമൂലം ഇഫ്താറിനെയും അവരുടെ ആർമിനെ തടയുവാൻ ശ്രമിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കാം ഇനി വരാൻ പോകുന്ന ബാക്കി മൂവീസിലൂടെ നമ്മൾ കാണാനിരിക്കുന്നതും. ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ സണ്ണിവേന്റെ ക്യാരക്ടർ, അതായത് കടമറ്റ ദത്തനാറിന്റെ ക്യാരക്ടർ ഓൾറെഡി ഈ ഒരു മൂവിയിൽ പറയുന്നുണ്ട് ചാത്തന്മാരെ പോലുള്ള പല ക്യാരക്ടേഴ്സും ഈ ഒരു വേൾഡിൽ നിന്ന് വന്നിരിക്കുന്നതല്ല എന്ന്. ഇതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത് തന്നെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ, അതായത് സൂപ്പർ എബിലിറ്റീസ് ഉള്ള മറ്റു പല ക്യാരക്ടേഴ്സും എല്ലാം തന്നെ വന്നിരിക്കുന്നത് ഒരു ഏലിയൻ ബേസ്ഡ് ഒറിജിൻ എന്ന രീതിയിലാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ തനതായിട്ടുള്ള ഫ്ലോക്ക് ലോറിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മൂവി വളരെയധികം മോഡേണൈസ്ഡ് ചെയ്തുകൊണ്ട് വളരെയധികം ബിലീവബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുവാനായിട്ട് ഈ ഒരു മൂവി ഡയറക്ടറിന് സാധിച്ചിട്ടുമുണ്ട്. സ്ക്രിപ്റ്റിംഗിന്റെ കാര്യത്തിൽ നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ടെന്ന് ഈ ഒരു മൂവി കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയധികം വാസ്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ബിൽഡിംഗ് തന്നെയാണ് ഈ ഒരു മൂവിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ ഒരു മൂവിയിലൂടെ ഓൾറെഡി യക്ഷി, ചാത്തൻ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കൃത്യമായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് കാണിക്കാതിരുന്നിട്ടുള്ളത് ഒടിയൻ, മാടൻ, മറുത തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ്. അവരെ ഫ്യൂച്ചർ മൂവീസിലൂടെ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈവൻ ദോ DQനെ ഒടിയനായിട്ടാണ് ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നതെങ്കിൽ തന്നെയും ഈ ഒരു ക്യാരക്ടറിനെ കൂടുതലായിട്ട് ഈ ഒരു മൂവിയിൽ കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ മാഡൻ എന്ന ഫ്ലോക്ക് ലോറിൽ നിന്ന് ബേസ് ചെയ്ത് തന്നെയാണ് സൗബിനെ, ബാലു ബർഗീസിനെ കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം തന്നെ ഫ്യൂച്ചർ മൂവിയിലൂടെ കൃത്യമായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പിന്നെ ടോവിനോയുടെ ചാത്തനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 390 എണ്ണമാണ് വരാതിരിക്കുന്നത്. അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. എന്തൊക്കെയാണെങ്കിലും ലോകയുടെ സെക്കൻഡ് പാർട്ടായി പുറത്തിറങ്ങാനിരിക്കുന്ന ചാത്തന്മാരെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന മൂവിക്ക് വേണ്ടി നിങ്ങളിൽ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കമന്റ് ബോക്സിന് തൊട്ടടുത്തുള്ള ഹൈപ്പ് ബട്ടൺ കൂടി ഞെക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.